പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ വിശുദ്ധ ദിവസം അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി 92-ാം സങ്കീർത്തനങ്ങൾ അതിന്റെ 10-ാം വചനം നമുക്ക് വായിക്കാം. എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേയ്പ്പിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഇവിടെ ശബത്ത് നാൾക്കുള്ള ഒരു ഗീതം എന്നാണ് 92-ാം സങ്കീർത്തനത്തിന്റെ തലക്കെട്ടായി നമുക്ക് വായിക്കുവാൻ ഇടയായിത്തീരുന്നത്. 1 മുതൽ 3 വരെയുള്ള വചനങ്ങളിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ട് വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രിതോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. പ്രൈസ് ദി ലോർഡ്. രാവിലെ തോറും ആമേൻ സ്തോത്രം. നാം പ്രഭാതത്തിൽ ഉണരുമ്പോൾ തന്നെ നാം എഴുന്നേൽക്കുന്നത് ദൈവത്തിന്റെ ദയയാകുന്നു. ആമേൻ രാത്രിയിൽ നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ ആമേൻ ദൈവത്തിന്റെ വിശ്വസ്തത നമ്മോട് കൂടെ ഇരിക്കുന്നത് കൊണ്ടാണ് ആ പ്രഭാതം മുതൽ രാത്രി വരെയും ദൈവം നമ്മെ സൂക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ രാത്രിയിൽ നമുക്ക് ഇടയായിത്തീരുന്നു. രാവിലെ തോറും ദൈവത്തിന്റെ ദയയും രാത്രി തോറും ദൈവത്തിന്റെ വിശ്വസ്തതയും നാം വർണ്ണിക്കുന്നത് നല്ലത്. അതേന്ന് വിശുദ്ധ ദിവസം നാം എല്ലാവരും ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് സന്തോഷത്തോടെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ നാം സ്തുതിക്കുമ്പോൾ കർത്താവ് വീണ്ടും നമ്മൾ പ്രസാദിക്കും. 4-ാം വചനത്തിൽ വായിക്കുന്ന, യഹോവേ നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു, ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. സ്തോത്രം. ജീവിതത്തിൽ പല പ്രതിസന്ധികൾ, പല പ്രതികൂല സാഹചര്യങ്ങൾ, ആമേൻ പലവിധമായ ഞെരുക്കങ്ങൾ, അല്ലായെങ്കിൽ മാനസികവും ശാരീരികവും ആമേൻ ശുശ്രൂഷ തലങ്ങളിൽ എല്ലാ രീതിയിലുള്ള പലവിധമായ പ്രതിസന്ധികളോടെ നാം കടന്നുപോയാലും പ്രൈസ് ദി ലോർഡ് സ്തോത്രം. കർത്താവ് അതത് ദിവസം നാം അറിയാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. നാം അറിയാതെ നമുക്ക് വേണ്ടി വലിയ ഒരുക്കുന്നൊരു കർത്താവുണ്ട്. ആ ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ട് കർത്താവ് നമ്മെ സന്തോഷിപ്പിക്കുന്നു. കർത്താവ് നമ്മെ ഘോഷിച്ചുല്ലസിക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തുന്നു. അങ്ങനെ തന്നെ നാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം 6, 7, 8, 9 വചനങ്ങളിൽ നാം വായിക്കുന്നു, അവൻ മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നില്ല. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. നീയോ യഹോവ എന്നേക്കും അത്യുന്നതനാകുന്നു. യഹോവ ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു, നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേയ്പ്പിക്കുന്നു. അതേ, കഴിഞ്ഞ നാളുകളിൽ ദൈവം തൻ്റെ പ്രവൃത്തി കൊണ്ട് നമ്മെ സന്തോഷിപ്പിച്ചു. നമുക്ക് ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ആനന്ദിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഏതുവിധമായ പ്രതിസന്ധികളായിരുന്നാലും ആ കർത്താവിന്റെ സ്ഥാനത്ത് രാവിലെ തോറും ദൈവത്തിന്റെ വിശുദ്ധതയും രാത്രി തോറും ദൈവത്തിന്റെ വിശ്വസ്തതയും വർണ്ണിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചും സ്തോത്രം ചെയ്ത് നമുക്ക് മുന്നേറാം. നിശ്ചയമായി നമ്മുടെ കൊമ്പിനെ കർത്താവ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. അതിന്റെ അർത്ഥം സ്തോത്രം നാം തന്നെ നേടിയെടുക്കുന്ന ഉയർച്ചകളല്ല, ദൈവം നമ്മെ ഉയർത്തും, ദൈവം നമ്മെ മാനിക്കും, ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇന്ന് നമ്മുടെ സാഹചര്യങ്ങൾ ഏതായിരുന്നാലും നമ്മെ കാണുന്ന, നമ്മെ നന്നായി അറിയുന്ന കർത്താവ് നിശ്ചയമായി നമ്മെ ഉയർത്തും. പുതിയ എണ്ണ എന്നെ തേയ്പ്പിക്കുന്നു. സ്തോത്രം. ഓരോ ദിവസവും പുതിയ അനുഭവങ്ങളെ നൽകി ആത്മീകമായി സ്തോത്രം എല്ലാ കാര്യങ്ങളിലും പുതിയൊരു ഹല്ലേലൂയ സ്തോത്രം ആത്മീക ഉത്തേജനം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. സ്തോത്ര. ഉദാഹരണമായി യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 31-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അന്നാളിൽ ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന് ഒരു കൊമ്പ് മുളയ്ക്കുമാറാക്കി അവരുടെ നടുവിൽ നിനക്ക് തുറന്ന വായ് നൽകും, ഞാൻ യഹോവ എന്ന് അവർ അറിയും. അപ്പൊ വ്യക്തിപരമായി സങ്കീർത്തനക്കാരൻ തന്റെ ജീവിതത്തിൽ പറയുന്നു, എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും എന്ന വിശ്വാസത്തോടെ വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇവിടെ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചകൻ മൂലം സ്തോത്ര പ്രവാചകനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, അന്നാളിൽ ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന് ഒരു കൊമ്പ് ഞാൻ മുളയ്ക്കുമാറാക്കും. അത് ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്ന തൻ്റെ മക്കൾക്ക് ദൈവം ഒരു കൊമ്പ് മുളയ്ക്കുമാറാക്കും. നാം വിശ്വാസത്തോടെ അത് പ്രഖ്യാപിക്കുമ്പോൾ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. സ്തോത്രം. എന്തുകൊണ്ടാണ്? അന്നാളിൽ
ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിന് ഒരു കൊമ്പ് മുളയ്ക്കുമാറാക്കും. അതിന്റെ 28-ാം അധ്യായം 25-26 വചനങ്ങളിൽ നാം എങ്ങനെ വായിക്കുന്നു? യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ അവർ ചിതറിപ്പോയിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിച്ച് ജാതികൾ കാണുക എന്നെ തന്നെ അവരിൽ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ എൻ്റെ ദാസനായ യാക്കോബിന് കൊടുത്ത ദേശത്ത് അവർ പാർക്കും. അപ്പോൾ ഇസ്രായേൽ ഗ്രഹം ഒരു കാലത്ത് അവർ ചിതറിപ്പോയിരുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആ ഗ്രഹം അവൻ മൊത്തം, അവൻ സ്തോത്രം, ഇനി അവർ അവൻ ഒരുമിച്ച് കൂട്ടിച്ചേർക്കപ്പെടുമോ എന്ന് സംശയിക്കത്തക്ക രീതിയിൽ നമുക്കതിന്റെ മുൻപിലുള്ള അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ ഇടയായി തീരും. വലിയൊരു പ്രതിസന്ധി നേരിട്ട് അവർ ചിതറിപ്പോയി. ഹല്ലേലൂയ. എന്നാൽ കർത്താവോട് പറയുന്നു, ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിച്ച് അവര് എന്നെ തന്നെ വിശുദ്ധീകരിക്കും. ഞാൻ അവരെ അവരെ എന്നെ വിശുദ്ധീകരിക്കും. ഞാൻ വീണ്ടും അവരെ തിരഞ്ഞെടുക്കും. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഞാൻ എൻ്റെ ദാസനായ യാക്കോബിന് കൊടുത്ത ദേശത്ത് അവർ പാർക്കും. വാഗ്ദത്തം അത് നശിച്ചു പോകുന്നില്ല. വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തനാണ്. അടുത്ത വചനത്തിൽ അവർ അതിൽ നിർഭയമായി വസിക്കും. അവൻ മുന്നേ അവർ വസിച്ചിരിക്കുന്ന സ്ഥലത്ത് അവർ ചിതറിപ്പോയിരുന്നു. ഭയം ആൾറെഡി അവരുടെ ജീവിതത്തിലുണ്ട്. നോർമലി അവർക്ക് അത് ഭയം ഉണ്ടാകും, ചിതറിപ്പോയിരിക്കുന്നു. എന്നാൽ അവർ അതിൽ നിർഭയമായി വസിക്കും. അവർ വീടുകളിൽ പണിത് മുന്തിരിത്തോട്ടങ്ങളിൽ ഉണ്ടാക്കും. അവരുടെ ചുറ്റുമുള്ളവരായി അവരെ നിന്ദിക്കുന്ന ഏവരിലും ഞാൻ ന്യായവിധികളെ നടത്തുമ്പോൾ അവർ നിർഭയമായി വസിക്കും. ഞാൻ അവരുടെ ദൈവമായ യഹോവ എന്ന് അവർ അറിയും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, ഇന്ന് നമ്മുടെ അവസ്ഥകൾ ഏതുവിധം ചിതറിപ്പോയിരിക്കുന്ന, അല്ല എങ്കിൽ ഒരിക്കലും എന്നെ കൂട്ടിച്ചേർക്കുവാൻ പറ്റത്തില്ല എന്ന് നാം സ്തോത്രം നമുക്ക് തന്നെ തോന്നുന്ന ഏത് സാഹചര്യമായിരുന്നാലും പതറിപ്പോകണ്ട. ദൈവം കൂട്ടിച്ചേർക്കും, ദൈവം തിരഞ്ഞെടുക്കും, ദൈവം വീണ്ടും സ്തോത്രം ആ ജനത്തെ വിശുദ്ധീകരിക്കും. ഹല്ലേലൂയ. അത് അത്ഭുതമായിരിക്കും. ഭയം കൂടാതെ വസിക്കുവാൻ. ഹല്ലേലൂയ. നിന്ദിക്കുന്ന ഏവരിലും ദൈവം ഒരു ന്യായവിധി നടത്തുമ്പോൾ അവർ നിർഭയമായി വസിക്കും. സ്തോത്രം. അങ്ങനെയാണ് കർത്താവ് അവിടെ പറഞ്ഞത്, അന്നാളിൽ ഞാൻ എൻ്റെ ഇസ്രായേൽ ഗൃഹത്തിന് ഒരു കൊമ്പ് മുളയ്ക്കുമാറാക്കും. പ്രീസ്തലോ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. എന്നാൽ സ്തോത്രം, ഇതിന്റെ ആത്മീയാർത്ഥമായി നാം പഠിക്കുമ്പോൾ നാം വിശുദ്ധിയോടും വേർപാടോടും ദൈവഭക്തിയോടും ദൈവഭയത്തോടും കൂടെ ജീവിച്ച കർത്താവ്, യേശു കർത്താവ് നമുക്ക് വേണ്ടി രാജ്യം ഒരുക്കുവാൻ പോയിരിക്കുന്നു. ആ രാജ്യം, സ്തോത്രം, 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 ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിന്റെ സവിശേഷതകൾ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുവാൻ ഇടയായി തീരുന്നു. ജീവനദി, ജീവമരങ്ങൾ, ഹല്ലേലൂയ. ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ, സ്തോത്രം, സ്തോത്രം, സമ്പൽ സമൃദ്ധിയുള്ള, അല്ല എങ്കിൽ സ്തോത്രം, വീടുകളെ പണിത് മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ യേശു കർത്താവ് നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏത് പ്രതിസന്ധികളുടെ സ്തോത്രം, ഹല്ലേലൂയ, നാം കടന്നു പോകുമ്പോൾ നാം ഒന്ന് തിരിച്ചറിയുക. സ്തോത്രം, ഭൗതികമായ കാര്യങ്ങളിൽ മാത്രമല്ല, യേശു കർത്താവ് നമുക്ക് വേണ്ടി ഒരു വാസസ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ കണ്ണുനീരില്ല, അവിടെ ഭയമില്ല, അവിടെ ദുഃഖമില്ല, അവിടെ നിരാശയില്ല. ആയതിനാൽ വീണ്ടും ദൈവകരങ്ങളെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് സ്തുതി സ്തോത്രത്തോടെ, ആരാധനയോടെ, ദൈവഭയത്തോടെ, വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. നിശ്ചയമായി വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തൻ. വാക്കു പറഞ്ഞാൽ വാക്കുമാറാത്ത ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് സംസാരിക്കുന്നു. അന്നാള് ഇസ്രായേൽ ജനത്തിന് ഒരു കൊമ്പ് മുളയ്ക്കുമാറാക്കിയതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുത്തും. പ്രൈസലോ. വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാം, എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. കഴിഞ്ഞ നാളുകളെ അങ്ങയുടെ പ്രവൃത്തി കൊണ്ട് എന്നെ സന്തോഷിപ്പിച്ചു. അങ്ങയുടെ പ്രവൃത്തിയിൽ ഞാൻ ഘോഷിച്ച് ആനന്ദിക്കുന്നു. ഇന്നും അങ്ങയുടെ ദയയും വിശ്വസ്തയോർത്ത് ഞാൻ സ്തുതിക്കുന്നു. ഇനിയും കർത്താവിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ വചനം ഞങ്ങളെ ഏറ്റെടുത്തു പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ ദയയും അങ്ങയുടെ വിശ്വസ്തതയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകൾ അങ്ങയുടെ പ്രവൃത്തികൾ നൽകി ഞങ്ങളെ സന്തോഷിപ്പിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായി നന്ദി കർത്താവെ. ദൈവകരങ്ങളെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു കർത്താവെ. വീണ്ടും കർത്താവെ, കൊമ്പിലെ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ അങ്ങ് ഉയർത്തും. പുതിയ എണ്ണ തേപ്പിക്കുന്നു. ഇസ്രായേൽ ഗൃഹത്തിന് ഒരു കൊമ്പ് മുളയ്ക്കുമാറാക്കും. ദൈവത്തിന്റെ പ്രവൃത്തികൾ, ദൈവത്തിന്റെ പദ്ധതികൾ
അങ്ങ് വെളിപ്പെടുത്തുന്ന കൃപകളെ ഓർത്ത് സ്തോത്രം. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനപ്രകാരം തന്നെ അങ്ങ് വീണ്ടും സന്തോഷിപ്പിച്ച് അനുഗ്രഹിച്ച് സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹങ്ങളാലും ഭൗതിക അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഏതോ നീ പ്രാർത്ഥന കേൾക്കണം സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you.